നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഭാരതം പ്രതീക്ഷകളുടെയും സാധ്യതകളുടെയും നാടാണ് എന്നും ലോകം അംഗീകരിക്കുന്നുവെന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പറഞ്ഞു. തിരുവനന്തപുരത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 12ാമത് ബിരുദദാനം നിർവഹിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. കഴിഞ്ഞ ഒരു വർഷത്തെ ബഹിരാകാശ ദൌത്യങ്ങൾ പ്രശംസ അർഹിക്കുന്നവയാണ്. ചന്ദ്രയാൻ, ആദിത്യൻ, L1 ദൌത്യങ്ങൾ സാധ്യമായത് ISRO കാരണമാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ രാജ്യമെന്ന ബഹുമതിയിൽ നമ്മൾ അഭിമാനിക്കണം. ആഗോള രാജ്യങ്ങൾ ഭാരതത്തിന്റെ ബഹിരാകാശ വിജയങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞു. ഈ നൂറ്റാണ്ട് ഭാരതത്തിന്റേതാണ്. ഭാരതം കുതിച്ചുയരുകയാണ്. ആ വളർച്ച യുവാക്കളാണ് നയിക്കുന്നത്. അത് 2047 പാരമ്യത്തിലെത്തും. എന്നാൽ 2047 മുൻപേ തന്നെ നമ്മൾ വികസിത ഭാരതമാകുമെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ വലിയ ആഗോള സമ്പദ് വ്യവസ്ഥയാകാനുള്ള പാതയിലാണിപ്പോൾ രാജ്യം. യുവാക്കൾക്ക് വളരാനുള്ള മികച്ച അന്തരീക്ഷം രാജ്യത്തുണ്ട് എന്നും അവരുടെ താല്പര്യം, കഴിവ് എന്നിവ വളർത്തിയെടുക്കുവാൻ ഭാരതത്തിന് സാധിക്കുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ISROയിൽ അടക്കം പ്രവർത്തിച്ച് രാജ്യത്തിന്റെ മുന്നേറ്റത്തിന്റെ ഭാഗമാകാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുന്നുവെന്നത് അഭിമാനകരമാണ്. ഓരോ നിമിഷവും ലോകത്തിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ബിരുദം ഏറ്റുവാങ്ങിയ എല്ലാവർക്കും കഴിയണം. ലിഥിയം, സോഡിയം അടക്കമുള്ള മൂലകങ്ങളുടെ വരും സാധ്യതകളിലാണ് ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധ. ഹൈഡ്രജൻ ഇന്ധനമാക്കി ഹരിത ഊർജ്ജ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഭാരതം കർമ്മ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബ്ലോക്ക് ചെയിൻ മാനേജ്മെന്റ് അടക്കമുള്ള നവീന വിഷയങ്ങൾക്ക് സാധ്യതകൾ ഏറുകയാണ്. ഇവരുടെ എല്ലാ സാധ്യതകൾ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിവേഗം രൂപാന്തരം പ്രാപിക്കുന്ന ശാഖയെന്ന രീതിയിൽ സ്പേസ് ടെക്നോളജിയിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും വിദ്യാർത്ഥി സമൂഹത്തിന് ബാധ്യതയുണ്ട്. പ്രസ്തുത മേഖലകൾ ഗവേഷണ ഫലങ്ങൾ കോടിക്കണക്കിന് വരുന്ന ഭാരത ജനതയ്ക്ക് പ്രയോജനപ്പെടുത്തും വിധം ഉപയോഗിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പരാജയങ്ങളിൽ ഭയപ്പെടേണ്ടതില്ല, അത് വരും വിജയങ്ങളുടെ മുന്നോടിയായി കണ്ടാൽ മതി. IIST ബിരുദദാനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. ഉപരാഷ്ട്രപതിയുടെ പത്നി സുദേശ് ധൻഖർ മികച്ച പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. ISRO ചെയർമാൻ S. സോമനാഥ്, ചാൻസലർ ഡോക്ടർ BN സുരേഷ്, IIST ഡയറക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ, LPSP ഡയറക്ടർ ഡോക്ടർ V. നാരായണൻ, രജിസ്ട്രാർ പ്രൊഫസർ കുരുവിള ജോസഫ് എന്നിവർ സംബന്ധിച്ചു. ക്യാമ്പസിൽ ഉപരാഷ്ട്രപതിയും പത്നിയും ചേർന്ന് വൃക്ഷത്തൈ നടുകയും ചെയ്തു.